قال الله تعالى في كتابه العزيز الحكيم: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يمسك وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم وصدق بالقصر النبي الكريم ونحن على ذلك من الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹനിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകളിക്കാതെ വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും നിർബന്ധിക്കണമെന്ന് ആദ്യമായി എന്നോടും വേണ്ടിയിട്ട് നിങ്ങളെ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിത ദുർഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ, അവസാനമായ ഈമാനോടുകൂടി ഈ ലോകത്ത് ഇവിടെ പറയുവാൻ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിയുവാനുള്ള തൗഫീഖ് നൽകി അർഹമുറഹിമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ട അല്ലെങ്കിൽ കണ്ട ഒരു കാര്യമാണ് ഏപ്രിൽ 18 ശനിയാഴ്ച മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലെ പത്തപ്പിനിയം എന്ന് പറയുന്ന സ്ഥലത്ത് പരേതരായ ലവിക്കുട്ടിയുടെ ഭാര്യ ആമിന എന്ന ആമിന ഉമ്മ മരണപ്പെടുകയില്ല. മരണം തികച്ചും ആകസ്മികമായി. ആ ഉമ്മ സ്വന്തം മകളുടെ വീട്ടിൽ വിരുന്നിന് പോയതാണ്. തിരിച്ചുമ്മയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് ഉമ്മയുടെ തന്നെ മരുമകൻ ആയിട്ടുള്ള ആളാണ്. പക്ഷേ വീട്ടിലേക്ക് കയറ്റി കൊടുക്കാതെ ഗേറ്റിന്റെ സമീപത്ത് കൊണ്ടുവന്നാണ് ഉമ്മയും മകൻ ഇറക്കിവിട്ടിപ്പോയത്. അദ്ദേഹത്തിന് എന്തോ തിരക്കുകൾ കാരണമായിരുന്നു അങ്ങനെ ചെയ്തത്. പക്ഷേ ആമിന ഉമ്മയോട് പിന്നെ വിധി സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമായിരുന്നു. അവർ ഗേറ്റ് തുറന്ന് അവർക്ക് വീട്ടിലേക്ക് കയറാൻ അവരെ വ്യക്തി അനുവദിച്ചില്ല. അതിനു മുൻപ് തട്ടി അവർ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. പക്ഷെ അവർ കുഴഞ്ഞു വീണത് അയൽക്കാരോ വീട്ടുകാരോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവിടെ കിടക്കുമ്പോഴാണ് കുഴഞ്ഞു വീണ് കിടക്കുമ്പോഴാണ് അവർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന നായ അവിടെ വന്നത്. നായ ഇത് കണ്ടതോടുകൂടി വളരെ ഉത്സവത്തിൽ തുരക്കുകയും ബഹളം തക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി വെപ്രാളഭാവം കാണിച്ചപ്പോഴാണ് അയൽക്കാരും വീട്ടുകാരും ഒക്കെ ഓടി വന്നപ്പോൾ ഇവർ ഇങ്ങനെ കുഴഞ്ഞു വീട്ട് കിടക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ അല്ലാഹുവിന്റെ അലസനീയമായ വിധികൾക്ക് വിധേയമായി അവർ മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബർസഖി ജീവിതത്തെ അല്ലാഹു ഐശ്വര്യം കൂട്ടമാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയാണ് ആ നായ സ്റ്റാറായ ആവുന്നത്. ആ നായ ആ ഉമ്മയുടെ മയ്യത്ത് അവിടെ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഖബർസ്ഥാൻ വരെ ആ നായ ആ മയ്യത്തിനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. എന്നു മാത്രമല്ല, കബറടക്കങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോരുമ്പോഴാണ് ആ നായയും അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
അതുമാത്രമല്ല, തൊട്ടടുത്ത എല്ലാ ദിവസവും ആ ഉമ്മയുടെ മക്കളും പേരമക്കളും തപസ്യാറിനായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ നായയും ഒപ്പം നേരെ പറഞ്ഞാൽ കബർസിയാത്തിനായിട്ട് നായയും അവിടെ പോകുമായിരുന്നു. ഇന്നലെ മീഡിയ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ, റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ആ ദിവസം വരെ ആ നായ അങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം എത്ര അത്ഭുതകരമായ ഒരു നന്ദിബോധമാണ് ഒരു നായ കാണിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും തിരിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും നന്ദിബോധം കാണിക്കുന്ന ഈ നായയെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കല്ലെറിഞ്ഞ് ഓടിക്കുന്നത് എന്നതാണ് അവസ്ഥ. എന്തോ മാത്രമല്ല, ഈ നായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത്രയും നന്ദിയുള്ള, വളരെ വസ്തുതാപരമായിട്ട് പറഞ്ഞാൽ ഈ ഭൂമുഖത്ത് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെയും മനുഷ്യർ ഉപകാരപ്പെടുന്നതിൻ്റെയും മനുഷ്യനോട് നന്ദി കാണിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു കൂട്ടം വർത്തമാനങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജീവിയെ കുറിച്ച് നമുക്ക് പറയാമെങ്കിൽ അത് ഈ ഭൂമുഖത്ത് നായ എന്ന് പറയുന്ന ഏക ജീവി മാത്രമേ ഉള്ളൂ. വേറൊരു ജീവി അത്രമാത്രം യൂസ്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത്, ഡോഗ്. ഈ നായയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കല്ലെറിഞ്ഞൊപ്പിക്കുന്നതും ഈ നായരാണ് നമ്മൾ തൊട്ടുകൂടാത്തതും തീണ്ടിക്കൂടാത്തതുമായിട്ട് നമ്മുടെ പാരമ്പര്യം ഉയർത്തിക്കൊണ്ടുവന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഇതിന്റെ ആ അത്തരം വിശദാംശങ്ങളിലേക്കല്ല, നമ്മളത് വിശദമായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഞാനിത് പറയുന്നതിലൂടെ ഇത് നായയെ വളർത്താനുള്ള ഒരു ലൈസൻസാണ് തരുന്നത് എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. പക്ഷെ പ്രമാണത്തിലില്ലാത്ത, തൊടാൻ പാടില്ലാത്ത, ഒരു തൊട്ടാൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കഴിഞ്ഞ് വൃത്തിയാക്കേണ്ട ഒരു ജീവിയായി നമ്മൾ സമൂഹത്തിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അതിനെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ നിങ്ങൾ ആ പാത്രം കഴുകണം എന്നാണ് തന്നെ റസൂൽ പറഞ്ഞത്. പക്ഷെ നമ്മൾ തലമുറകൾ പിന്നിട്ട് വന്നപ്പോൾ ഇതിനെ തൊടുന്നത് പോലും അപകടകരമായി മാറുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമ്മൾ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തുമാകട്ടെ ഈ സംഭവം അറിയുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ നായക്ക് ആ ഉമ്മ കൊടുത്ത ഉണ്ട ചോറിന്റെ നന്ദിയാണ് ആ നായ കാണിച്ചത്. ഉണ്ട ചോറിന്റെ നന്ദിയാണ് ആ നായ കാണിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഉമ്മ ആ നായയെ വളർത്തുന്ന ഒരു സ്ത്രീയല്ല, അവരുടെ വളർത്തു നായയല്ല. അത് മാത്രമല്ല, ആ ഉമ്മയല്ല ആ നായയെ സൃഷ്ടിച്ചത്, ആ ഉമ്മയല്ല ആ നായക്ക് ജന്മം കൊടുത്തത്, ആ ഉമ്മയുടെ വളർത്തുനായകമല്ല. അങ്ങനെയല്ലാത്ത ഒരു നായ കുറച്ചുനാൾ ഭക്ഷണം കൊടുത്തതിന്റെ പേര് കാണിക്കുന്ന ആ ഒരു നന്ദി നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത വിധം അത്രയും ഉയർന്ന നിലവാരം. ആ നായ പിള്ളേരുടെ കൂടെ പോകുന്നതും ശരിയായ രൂപത്തിൽ ആ കബറിന്റെ സമീപത്ത് പട്ടി അവിടെ തിലയൊപ്പിച്ച് ഇരിക്കുന്നതും ആ കബറിനെ ചുറ്റി കറങ്ങുന്നതും ഒക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. നന്ദിബോധത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ലോകത്തിന്റെ ഒരു ജീവിയുടെ, അത് നായോ വേറൊരു ജീവിയുമില്ല, ഈ ഭൂമുഖത്ത് വേറൊരു ജീവിയില്ല അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അഥവാ ഏപ്രിൽ 24-ാം തീയതി വെള്ളിയാഴ്ച, കണ്ണൂർ കേളകം കുളക്കാട് പ്രദേശത്ത് നിന്ന് മറ്റൊരു വാർത്ത വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, 56 വയസ്സുള്ള ഗീതമ്മ എന്ന് പറയുന്ന അമ്മയെ സ്വന്തം മകൻ 25 വയസ്സുള്ള ക്രിസ്റ്റി തലയടക്കം കൊന്നുകളഞ്ഞു. മദ്യലഹരിയിലാണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്ത് അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി അവരുടെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. എന്ന് മാത്രമല്ല,
ഇന്ന് പത്രം വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഇന്ന് പത്രത്തിലൊരു വാർത്തയുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വെള്ളറട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തോമസ് എബ്രഹാം എന്ന് പറയുന്ന 62 വയസ്സുകാരനെ സ്വന്തം മകൻ കസേരക്കടിച്ച് കൊന്ന വാർത്ത ഇന്ന് പത്രത്തിൽ വായിച്ചിട്ടാണ്. ഭാര്യയും ഭർത്താവും കൂടി അവരുടെ 2ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി കോയമ്പത്തൂരിൽ നിന്ന് വീട്ടിൽ വന്നതാണ്. വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ച അന്ന് രാത്രി ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുത്താവുകയും പഴക്കുണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ കണ്ടീഷൻ മോശമാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ തോമസ് എബ്രഹാം എന്ന് പറയുന്ന 62 വയസ്സുകാരനായ അച്ഛൻ അവരുടെ അമ്മാവനെ വിളിച്ചു വരുത്തി. അമ്മാവൻ വന്നാൽ പോയി കത്തി വീശി. അപ്പോ ഈ അമ്മാവനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഈ തോമസ് എബ്രഹാം എന്ന് പറയുന്ന അച്ഛൻ അമ്മാവനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ കിടന്ന് കസേര എടുക്ക് സ്വന്തം അച്ഛന്റെ തലക്ക് അവനെ അടിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനുഷ്യന്റെ നന്ദികേടിന്റെ ഏറ്റവും മൂർത്തമായ ഉദാഹരണമാണ്. മലപ്പുറത്തെ നായയെയും കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും ഈ മനുഷ്യജീവികളെയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഈ മലപ്പുറത്തെ നായ എത്ര ഉയർന്ന നിലവാരത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും. മനുഷ്യൻ എത്രമാത്രം താഴോട്ടാണ്, നന്ദികേടിന്റെ എത്രമാത്രം ആഴത്തിലേക്കാണ് അവൻ അകപ്പതിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് 2 കൂട്ടരോടാണ്. ഒന്നാമത്തേത് അവന് സൃഷ്ടാവായ അല്ലാഹുവിനോടാണ്. രണ്ടാമത്തേത് അവന് ജന്മം നൽകിയ മാതാപിതാക്കൾക്കാണ്. അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്നത്. ഇത് വളരെ മനോഹരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ അബീ അനിശ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു നമ്മളോട് വസിയത്ത് ചെയ്യുകയാണ്, മനുഷ്യരോട് വസിയത്ത് ചെയ്യുകയാണ്. നിന്റെ ഉമ്മ നിന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഗർഭം ധരിച്ചത്. അതിനുശേഷം നീണ്ട 2 വർഷക്കാലം നിനക്ക് അമ്മിഞ്ഞപ്പാല് തന്നു. വളരെ പ്രയാസപ്പെട്ട് ഗർഭം ധരിക്കുകയും വളരെ പ്രയാസപ്പെട്ട് പ്രസവിക്കുകയും അതിനുശേഷം വളരെ പ്രയാസപ്പെട്ട് 2 കൊല്ലത്തോളം മുലപ്പാൽ നൽകി വളർത്തുകയും ചെയ്ത, തലയിൽ വെച്ചാൽ വേദനയ്ക്കും താഴെ വെച്ചാൽ ഉറുമ്പലിക്കും എന്ന മനോഭാവത്തോടുകൂടി വളർത്തി വലുതാക്കിയ ആ ഉമ്മനുണ്ടല്ലോ, അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത് അനിഷ്കുനി, എനിക്ക് എന്നോട് നന്ദി കാണിക്കണം. ഒരു മഹിതയ്ക്ക, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കണം. ഉമ്മയുടെ പ്രയാസത്തെ കുറിച്ചാണ് അല്ലാഹു അവിടെ പറയുന്നതെങ്കിലും നന്ദിയുടെ കാര്യം പറയുമ്പോൾ പിതാവിനെ കൂടി ചേർത്ത് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാവരും എന്നിലേക്കാണ് തിരിച്ചു വരേണ്ടത് എന്ന പരലോകത്തെ കുറിച്ചുള്ള തിരിച്ചുപോക്കൽ ഓർമ്മിച്ചുകൊണ്ടാണ് അല്ലാഹു അത് അവസാനിപ്പിക്കുന്നത്. ഈ നായയുടെ നന്ദിബോധത്തെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യന്റെ നന്ദികേടിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ 100-ാം അധ്യായത്തിലെ കിതച്ചുവായി എന്ന ഒരു കുതിരയെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹു പറയുന്നു, വൽആദിയാതി ളബ്ഹാ ഫൽമുരിയാതി ളദ്ഹാ ഫൽമുഗിറാതി സുബ്ഹാ ഫഅഖറന ബിഹി നഖഅ വവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശദീദ്. നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് 100-ാം അധ്യായം. ഓർക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ഒരു സവിശേഷതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു എന്നത്. അല്ലാഹുവിന് സത്യം ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ അല്ലാഹു വിശുദ്ധ ഖുർആനിലെ 12 അധ്യായങ്ങളിൽ സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ജീവിതത്തിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം ഇത്തിരി സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പറയുന്ന കാര്യത്തിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയാണ് സത്യം ചെയ്യുന്നത് നമ്മൾ. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ പ്രകൃതി പ്രതിഭാസങ്ങളെ പിടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 12 അധ്യായങ്ങളിൽ സത്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു അധ്യായമാണ് സൂറത്തുൽ ആദിയാത്ത് 100-ാം അധ്യായം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കിതച്ചു വായുന്ന ഒരു കുതിരയെ കുറിച്ചാണ് പറയുന്നത്.
വൽആദിയാതി ളബ്ഹ ഫൽമുറിയാതി ഖദ്ഹ, കിതച്ചു വായുകയും എന്നിട്ട് തീ പറത്തുകയും പ്രഭാത വേളയിൽ ഇടിച്ചു കയറുകയും ശത്രുക്കൂട്ടങ്ങളിലേക്ക് തുളച്ചു കയറുകയും ചെയ്യുന്ന കുതിരയാണ് സത്യം, പൊടിപാറിക്കുകയും ചെയ്യുന്ന കുതിരയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. ഇവിടെ വേറൊരു മനോഹരമായ സംഗതി, അല്ലാഹു ഇത് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ച അറബ് വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുതിരയെ കുറിച്ചാണ് പറയുന്നത്, യുദ്ധരംഗത്തുള്ള കുതിരയെ കുറിച്ചാണ് പറയുന്നത്. യുദ്ധരംഗത്തുള്ള കുതിരയെ കുറിച്ച് പറയാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്ന വാക്ക് കുതിരക്കുളമ്പടി ശബ്ദത്തോട് അടുത്തു നിൽക്കുന്ന ശബ്ദമാണ്. അഥവാ കുതിരക്കുളമ്പടിയോട് അടുത്തു നിൽക്കുന്ന ശബ്ദം വരുന്ന രൂപത്തിലുള്ള പദാവലികളാണ് അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് അല്ലാഹു എന്താ പറയുന്നത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ നാഥനോട് നന്ദി കെട്ടവനാണ്. മനുഷ്യൻ തന്റെ നാഥനോട് നന്ദി കെട്ടവനാണെന്ന് പറയാൻ ഈ കുതിരയെ പിടിച്ചാണ് അല്ലാഹു സത്യം ചെയ്യുന്നത്. അതിന് അവൻ തന്നെ സാക്ഷിയാണ്. മനുഷ്യൻ നന്ദി കെട്ടവനാണ്. ആ നന്ദി കെട്ടതിന് അവൻ തന്നെ സാക്ഷിയാണ്. എന്താ അവന്റെ നന്ദികേട്? അവന്റെ നന്ദികേട് പറ്റൊന്നുമല്ല, അവൻ സമ്പത്തിനെ അമിതമായി സ്നേഹിക്കുന്നു എന്നതാണ് അവന്റെ നന്ദികേട്. സമ്പത്തിനെ അവൻ അമിതമായി സ്നേഹിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുതിര എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് അന്വേഷിച്ചാൽ പഠിച്ചാൽ ഒരു സാരസ്യം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്തിനാണ് ഈ കുതിരയെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്? അതിലൊരു സാരസ്യം ഉണ്ടാവും. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം കുതിരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പട്ടിയുടെ സൃഷ്ടാവല്ല ആമിന ഉമ്മ. ആ പട്ടിക്ക് ജന്മം നൽകിയ സ്ത്രീ അല്ല ആമിന ഉമ്മ. ആ പട്ടിയെ വളർത്തുന്ന നായയായി കൊണ്ടു നടക്കുന്നതല്ല അവരെ. ആ പട്ടിക്ക് കുറച്ചു നാളത്തെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ പട്ടി മരണാനന്തരവും ആ സ്നേഹം, ആ നന്ദിബോധം, ആ സ്നേഹത്തിന്റെയും നന്ദിബോധത്തിന്റെയും ഭാഗമായിട്ടുള്ള വേദനയും ദുഃഖവും പേർക്കൊണ്ടാണ് ആ നായ ആ ഖബർസ്ഥാൻ സന്ദർശിക്കാൻ വേണ്ടി അവിടെ എല്ലാ ദിവസവും ചെല്ലുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു കുതിര, ഒരു പടക്കുതിര എന്ന് പറയുന്നത് ആ പടക്കുതിരയുടെ സൃഷ്ടാവല്ല അതിന്റെ ഉടമസ്ഥൻ. ആ പടക്കുതിരക്ക് ജന്മം നൽകിയിട്ടില്ല അതിന്റെ ഉടമസ്ഥൻ. മറിച്ച് ആ പടക്കുതിരക്ക് ആകെ ചെയ്തതിന്റെ യജമാനനാണ് എന്നത് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കൊടുക്കുന്നു, വൈകോല് കൊടുക്കുന്നു, പുല്ല് കൊടുക്കുന്നു, അതിന് വേണ്ട വെള്ളം കൊടുത്ത് അതിനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നു ആ കുതിരയെ ആ യജമാനൻ. സൃഷ്ടാവല്ല, ജന്മം നൽകിയ ആളല്ല. അതിന് തൊഴുത്തിൽ കെട്ടി അതിന് അന്നം കൊടുക്കുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിന് വെള്ളം കൊടുക്കുന്നു. ആ ഒറ്റ കാരണത്താൽ മാത്രം തന്റെ പോലും ജീവൻ പരിഗണിക്കാതെ ആ കുതിരയുടെ യജമാനന്റെ അനുസരിച്ചുകൊണ്ട് തന്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് സർവായുധ സജ്ജരായി നിൽക്കുന്ന പടയാളികളുടെ ഇടയിലേക്ക് ആ കുതിര ഇരച്ചു കയറും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതെന്തിന്റെ പേരിലാണ്? ആയുധം പേര് നിൽക്കുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഈ കുതിര തന്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പരിഗണിക്കാതെ തനിക്ക് അന്നം നൽകുന്ന യജമാനനോട് നന്ദി കാണിച്ചുകൊണ്ട് അയാൾ പറയുന്നിടത്തേക്ക് ഓടിക്കയറുകയാണ് ചെയ്യുന്നത്. ആ ഒരു വസ്തുതയെ ആവിഷ്കരിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, പക്ഷേ മനുഷ്യനാവുന്ന നീ എത്ര നന്ദി കെട്ടവനാണ്. മനുഷ്യനാരാ? മനുഷ്യന്റെ സൃഷ്ടാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ കുതിരയുടെ സൃഷ്ടാവല്ല ആ യജമാനൻ, പട്ടിയുടെ സൃഷ്ടാവല്ല ആമിനോമ, പക്ഷെ മനുഷ്യന്റെ സൃഷ്ടാവാണ് പടച്ച തമ്പുരാൻ. എന്നിട്ട് അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി. എല്ലാ സൗകര്യങ്ങളും അല്ലാഹു അതിനെ കുറിച്ച് പറയുന്നത്, വല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. വലിയ സാഹസ്യം, വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കാണത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഞാൻ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തെടുക്കാനും, പക്ഷെ നമുക്കത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമുക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, മറ്റൊന്നുമല്ല, ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ ഭൂമിയിലെ 800 കോടി മനുഷ്യരും മരിച്ചു വീണാലും
ഈ പ്രപഞ്ചത്തിനോ ഈ ഭൂമിക്കോ ഒന്നും സംഭവിക്കില്ല. സൂര്യന് സുന്ദരമായി തന്നെ ഉദിക്കാം, അസ്തമിക്കാം. ഭൂമിക്ക് മനോഹരമായി കറങ്ങാം. തവളകൾക്ക് അതിന്റെ കുളത്തിൽ ജീവിക്കാം. സിംഹങ്ങൾക്ക് കാട്ടിൽ രാജാവായി വാഴാം. ആനകൾക്ക് ചിഹ്നം വിളിക്കാം. പുല്ലുകൾക്ക് വളരാം. ഇതെല്ലാം ചെയ്യാം. പുഴകൾക്ക് സ്വച്ഛന്തമായി മനോഹരമായി ഒഴുകാം. ഇവിടെ ഒരു മനുഷ്യരുമില്ല. ഇവിടെ ഒരു മനുഷ്യരുമില്ല. എന്നാലും അവയുടെ ജീവിതത്തിന് ഒരു തടസ്സവും ഇവിടെ ഉണ്ടാവില്ല. അതേസമയം നമ്മൾ ഒരു ദിവസം ഉയർന്നെഴുന്നേൽക്കുമ്പോ ഏറ്റവും ചെറിയ ബാക്ടീരിയ പോലും ഈ ഭൂമുഖത്ത് നിന്നില്ലാതായാൽ പിന്നെ മനുഷ്യരുടെ ജീവിക്കുക സാധ്യമേ അല്ല, അസാധ്യമായി മാറും. നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന പലതും ഉണ്ടാവില്ല. ഇവിടുത്തെ വേസ്റ്റുകളൊന്നും വേസ്റ്റാവില്ല. ഏറ്റവും ചെറിയ ബാക്ടീരിയ ഇവിടുത്തെ ഇല്ലാത്തവരാൻ മതി. അത്രത്തോളം എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ഇവൻ പാമ്പുകളെ പോലും നമുക്ക് വേണ്ടിയിട്ടാണ് അവ സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്കത് ഉപകാരപ്പെടുക എന്ന് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചു. വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും സൃഷ്ടിക്കുക മാത്രമല്ല നിങ്ങൾക്ക് നാം വിധേയപ്പെടുത്തി തന്നു. ജമീഅൻ മിൻഹു, അങ്ങനെ എല്ലാം അല്ലാഹു നമുക്ക് ചെയ്തു തന്നു. വെളിച്ചം തന്നു. 15 കോടി കിലോമീറ്റർ അകലത്തിൽ കൊണ്ടുപോയി സൂര്യനെ സ്ഥാപിച്ച് നമുക്ക് വെളിച്ചം തന്നു. ഒരു മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ കറക്കിക്കൊണ്ട് നമുക്ക് രാപ്പകലുകൾ സമ്മാനിച്ചു. തൊട്ടിലുപോലെ നമുക്ക് ജീവിക്കാം ഇവിടെ. അതുപോലെ തന്നെ വായു തന്നു. ആശുപത്രിയിൽ 2 ദിവസം കിടന്നാൽ ശ്വസിച്ച വായുവിന് അവർ കാശ് വാങ്ങും. അതേസമയം 54 വയസ്സായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10 പൈസ ഞാൻ ശ്വസിച്ച വായുവിന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല. അതിന്റെ വില അറിയണമെങ്കിൽ ഒരാഴ്ച പോയി ആശുപത്രിയിൽ കിടക്കണം. ഞാൻ പറയുന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കണം. ഒരാഴ്ച പോയി ആശുപത്രിയിൽ കിടന്നാൽ നിങ്ങൾക്ക് ഓക്സിജൻ നൽകേണ്ടി വന്നാൽ നിങ്ങൾ ഡിസ്ചാർജിന് ബില്ല് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ശ്വസിച്ച വായുവിന്റെ കാശ് അവർ വാങ്ങും. അതാണ് അതിന്റെ വ്യത്യാസം. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമുക്ക് നിർലോഭമായി സംവിധാനിച്ച് തന്നിരിക്കുന്നു. നമ്മുടെ ശ്രദ്ധാവാണ്. നമുക്കിവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നു, എന്നിട്ട് നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുകയാണ്. ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ നന്ദികേടിന്റെ മൂലഹേതു നിങ്ങൾ സമ്പത്തിനെ പ്രേമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സമ്പത്തിനെ പ്രേമിക്കുന്നു, നിങ്ങൾ സമ്പത്തിനെ പ്രണയിക്കുന്നു. നമ്മൾ ഇന്ന് പരിശോധിച്ചാൽ എല്ലാവിധ അനർത്ഥങ്ങളുടെയും കാരണം മൂലഹേതു ധനത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ധനത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തിയാണ്. ധനം മനുഷ്യന് ആവശ്യമാണ്. അത് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടവില്ലാതെ സമ്മതിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ സമ്പത്ത് നിങ്ങൾ മണ്ടന്മാരെ ഏൽപ്പിക്കരുത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് അത് നിലനിൽപ്പിനുള്ള ആധാരം എന്നാണ്. അതിനർത്ഥം സമ്പത്ത് അത്യാവശ്യമാണ്. ഇവിടെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന് ഉപയോഗിച്ച വാക്കെന്താണെന്ന് അറിയാമോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പോലും നിങ്ങൾ സമ്പത്തിനെ അമിതമായി പ്രേമിക്കുന്നു എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്ക് മാൽ എന്നല്ല. ധനത്തിന് മാൽ എന്നാണ് അറബി സാധാരണ പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം ഖൈർ എന്നാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നന്മയല്ലേ? ഇവിടെ അല്ലാഹു സമ്പത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് ഖൈറിനോട് നിങ്ങൾക്ക് ഭയങ്കര ഹുബ്ബാണെന്നാണ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തോട് നിങ്ങൾക്ക് നല്ല ഹുബ്ബാണെന്നാണോ പറയുന്നതിന്റെ അർത്ഥം? അല്ല. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, ഖൈറിനോടുള്ള നിങ്ങളുടെ ഹുബ്ബ്. ഇവിടെയാണ് നമ്മൾ സമ്പത്തിനോടുള്ള നിങ്ങളുടെ ഹുബ്ബ് വളരെ കഠിനമാണ്, അമിതമാണ് എന്ന് നമ്മൾ ഭാഷാന്തരം ചെയ്യുന്നത്. ഇവിടെ ഖൈറെന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ പലയിടങ്ങളിലും സമ്പത്തിനെ സൂചിപ്പിക്കാൻ ഖൈറെന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമ്പത്ത് മോശമായ ഒരു കാര്യമല്ല. സമ്പത്ത് സമ്പാദിക്കുന്നതിനും ഇസ്ലാമിൽ യാതൊരു തടസ്സമില്ല. ചെലവഴിക്കുന്നതിനും ഇസ്ലാമിൽ തടസ്സമില്ല. പിന്നത്തെ സബ്ജക്ട് കണ്ടീഷൻ ഓഫ് ഗോഡ്.
അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അത്രയേ ഉള്ളൂ. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. ഈ സമ്പത്തിനോട് നമ്മൾ അമിതമായി പ്രേമം കാണിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമുക്കറിയാം സമ്പത്തിനോടുള്ള ആർത്തി അത് അഖീദയും ശരീഅത്തുമായി കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ആദ്യം മനുഷ്യൻ മനസ്സിലാക്കുക പണം ഉണ്ടെങ്കിൽ ഇവിടെ എന്തും നേടാൻ കഴിയും എന്ന്. അപ്പൊ അവൻ എന്ത് ചെയ്യും? പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്തു ചെയ്യും? പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്തു ചെയ്യും? പണം ഉണ്ടായാലോ, പണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പണം ഉണ്ടായി എന്ന കാരണത്താൽ അതുപയോഗിച്ച് സുഖിക്കാൻ വേണ്ടി അവൻ പിന്നെ എന്തു ചെയ്യും? ഇതാണ് അവസ്ഥ. ഒന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്ത് വൃത്തികേട് ചെയ്യും? അവന്റെ അള്ളാഹുവിനോടുള്ള പല ബാധ്യതകളും ഉപേക്ഷിക്കും. ധനത്തിന്റെ പുറകിൽ പോയാൽ അവന് നമസ്കാരമില്ല, ധനത്തിന്റെ പുറകിൽ പോയാൽ അവന് സക്കാത്തില്ല, ധനത്തിന്റെ പുറകിൽ പോയാൽ അവന് സ്വതക്കയില്ല, ധനത്തിന്റെ പുറകിൽ പോയാൽ അവനുള്ള മറ്റു ബാധ്യതകളൊന്നും അവർ പരിഗണിക്കില്ല. അങ്ങനെ ധനത്തിന്റെ പുറകിൽ അവർ ഓടും, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ മറന്നുകൊണ്ട്. അതുപോലെ തന്നെ ധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ധനം ഉപയോഗിക്കണമല്ലോ. അവിടെ പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്നത് എന്താണ്? നമ്മുടെ മുമ്പിൽ വരുന്നത് ഇത് ഉപയോഗിച്ച് എങ്ങനെ സുഖിക്കണം എന്നതാണ്, ഇത് ഉപയോഗിച്ച് എങ്ങനെ ആസ്വദിക്കണം എന്നതാണ്. അങ്ങനെ ആസ്വദിക്കുന്നിടത്ത് വരുമ്പോഴും അള്ളാഹുവിന്റെ അതിരുകളും പോലുകളും അവൻ പാലിക്കില്ല. അവന് സുഖിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ആ മാർഗങ്ങളെല്ലാം ഹറാമോ ഹലാലോ എന്ന് നോക്കാതെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവൻ ആർജിച്ചെടുക്കും, അല്ലെങ്കിൽ അവൻ സുഖിക്കും, അവൻ ആനന്ദിക്കും. അല്ലെങ്കിൽ തന്നെ പുതിയ കാലത്തെ പോളിസി എന്താ? ലൈഫ് ഈസ് വെരി ഷോർട്ട്. ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്, അതുകൊണ്ട് പരമാവധി എൻജോയ് ചെയ്യണം, മാക്സിമം എൻജോയ് ചെയ്യണം എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. ആ സ്ഥലത്ത് അതിന് ആ ഒരു മൂല ഹേതുവിനെ പിടിച്ചിട്ടാണ് പറയുന്നത്. ഈ പണത്തോടുള്ള സ്നേഹമുണ്ടല്ലോ, അത് നിന്നെ നന്ദികളിലാക്കുന്നത് ഇவ்விதമാണ്. ഒന്ന് പണമുണ്ടാക്കാൻ എന്തും ചെയ്യും, രണ്ടാമത് പണം ഉണ്ടാക്കിയാൽ എന്തും ചെയ്യും. അതിന്റെ രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ അതിരുകളും കോലുകളും ലംഘിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. പണം ആവശ്യമാണ്, ഞാൻ വീണ്ടും പറയുന്നു, പണം ആവശ്യമാണ്. പണം ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വെള്ളം പോകണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. പക്ഷെ ആ വള്ളത്തിൽ കയറിയാൽ ആ വെള്ളം ഓടണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. പുഴയിലാണെങ്കിലും എവിടെയാണെങ്കിലും കായലിലാണെങ്കിലും വെള്ളം ഓടണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. പക്ഷേ ആ വള്ളത്തിൽ വെള്ളം കയറിയാൽ വള്ളം മുങ്ങും, നമ്മളും ചാവും. അതാണ് അതിന്റെ വ്യത്യാസം. അനിവാര്യമായിരിക്കുമ്പോൾ തന്നെ അത് അപകടം സൃഷ്ടിക്കും എന്നാണ് അതിനർത്ഥം. അനിവാര്യമായിരിക്കുന്ന വസ്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് സമ്പത്തിനെ നമ്മൾ പോക്കറ്റിൽ തന്നെ വെക്കണം. സമ്പത്തിനെ നമ്മൾ ഒരിക്കലും ഹൃദയത്തിൽ കൊണ്ടുപോയി വെക്കരുത്. സമ്പത്തിനെ നമ്മൾ കല്ലിലേക്ക് കൊണ്ടുവരരുത്. നന്ദി കെട്ടവനായി മാറും, അങ്ങേയറ്റത്തെ നന്ദി കെട്ടവനായി നമ്മൾ മാറും. ഈ നായയുടെ നന്ദി കെടുത്ത കാര്യം പറയുമ്പോ, അതുപോലെ തന്നെ മനുഷ്യന്റെ നായയുടെ നന്ദിയുടെ കാര്യം പറയുമ്പോ, മനുഷ്യന്റെ നന്ദികേടിന്റെ കാര്യം പറയുമ്പോ, ഒരു അമേരിക്കൻ ഫിലിം മേക്കർ വുഡി ആലൻ പറഞ്ഞ ഒരു വാക്കാണ്, ഇഫ് മാൻ evolved from a dog instead of monkey. അദ്ദേഹം പറയാണ്, if man evolved from a dog instead of monkey, കുരങ്ങനിൽ നിന്ന് പരിണമിക്കുന്നതിന് പകരം മനുഷ്യൻ നായയിൽ നിന്നാണ് പരിണമിച്ചിരുന്നതെങ്കിൽ he would have been to little more grateful. അവന് കുറച്ചുകൂടി നന്ദിബോധം ഉണ്ടായിരുന്നേനെ. അദ്ദേഹം എവല്യൂഷൻ അംഗീകരിക്കുന്ന, പരിണാമത്തെ അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ്. അഥവാ ഈ കുരങ്ങനിൽ നിന്ന് പരിണമിച്ച് മനുഷ്യൻ ഉണ്ടായതിന് പകരം പട്ടിയിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചിരുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നന്ദി ബോധം ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്ദികേടിലാണ് സൂചിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞത്. അല്ല നമ്മളിപ്പോഴും പറയുന്നത് ഈ പരിണാമ സിദ്ധാന്തത്തെ ഒന്നും അംഗീകരിച്ചിട്ടല്ല. വളരെ മനോഹരമായ ഒരു വാക്കാണ് അദ്ദേഹത്തിന്റെ രൂപത്തിൽ നമ്മളത് പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും നന്ദി കെട്ടവനായി നമ്മൾ മാറാതിരിക്കണമെങ്കിൽ, ഇന്നിപ്പോ നമ്മൾ എവിടെ എടുത്തു നോക്കിയാലും സമ്പത്തും സുഖവും അതാണ് എല്ലാത്തിന്റെയും റൂട്ട് കോസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എല്ലാത്തിന്റെയും റൂട്ട് കോസ് നമുക്ക് കാണാൻ കഴിയും സമ്പത്തും സുഖവുമാണ്. അതിനാണ് ഇതെല്ലാം എല്ലാ വേലികെട്ടുകളും പൊളിക്കുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ പിടിച്ചിട്ടാണ് പറഞ്ഞത്, അതിനോടുള്ള നിന്റെ ഹുബ്
നിന്റെ നാഥനോട് നന്ദി കെട്ടവനാക്കി നിന്നെ മാറ്റും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നന്ദി കെട്ടവനാക്കി മാറ്റും. അങ്ങനെ നമ്മൾ നന്ദി കെട്ടവനായി മാറിയാൽ അതിന്റെ പരിണാമം അവിടെ തന്നെ അത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അഫലാ യഅലമു ഇദാ ബുഇസ മാ ഫിൽ ഖുബൂർ വഹസ്സില മാ ഫി സുദൂർ. ഈ നന്ദികേടിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മിപ്പിക്കുന്നത് അഫലാ യഅലമു ഇദാ ബുഇസ മാ ഫിൽ ഖുബൂർ, ഖബറുകളിൽ നിന്ന് എല്ലാം പുറത്തെടുക്കപ്പെടുകയും വഹസ്സില മാ ഫി സുദൂർ, അവന്റെ ഹൃദയങ്ങളിലുള്ളതെല്ലാം പൊളിച്ചു പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ആ ദിനത്തെ കുറിച്ച് അവന് ഓർമ്മയില്ലേ? അതൊന്നും അവൻ ഓർക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അന്നാളിൽ അല്ലാഹു എല്ലാവരെയും വലയം ചെയ്ത് സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സമ്പത്തിനോടുള്ള അമിതമായ പ്രേമത്തെ കുറിച്ച് ഖുർആൻ എവിടെ സൂചിപ്പിക്കുന്നുണ്ടോ അവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ ചേർത്ത് വെച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സമ്പത്തിന് അമിതമായി നമ്മൾ പ്രേമിച്ചാൽ, ഞാൻ വീണ്ടും പറയുന്നു, സമ്പത്ത് ആവശ്യമില്ലാത്തൊരു സംഗതിയാണ്. സമ്പത്ത് ഉണ്ടാക്കാൻ നടക്കുന്ന വളരെ മോശമായ ഒരു പരിപാടിയാണ് എന്നുള്ള ഒരു ധ്വനി നൽകാനല്ല ഞാനിത് പറയുന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കൾക്ക് വിധേയമായി നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാം. അതേ അള്ളാഹുവിന്റെ വിധിവിലക്കൾക്ക് വിധേയമായി നമുക്ക് സമ്പത്ത് ചെലവഴിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയാലാണ് ഈ നന്ദികേട് എന്ന് പറയുന്നത്. അത് അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന നന്ദികേടല്ലത്. മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നന്ദികേട് കാണിക്കും, പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നന്ദികേട് കാണിക്കും. എന്താ ഈ നന്ദികേട് എന്ന് പറഞ്ഞത്? അള്ളാഹിനോടുള്ള നന്ദികേട് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വിധിവിലക്ക് ലംഘിക്കുക എന്നതാണ് നന്ദികേട്. അല്ലാതെ വേറെ നന്ദികേട് നമ്മളെന്താ കാണിക്കുന്നത്? അള്ളാഹിന്റെ വെള്ളം കുടിച്ച്, വായു ശ്വസിച്ച്, പിന്നെ വെളിച്ചം അനുഭവിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഭൂമിയിൽ ജീവിച്ച്, നമ്മളെപ്പോഴും പറയാനല്ലേ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് അള്ളാഹ് ആവശ്യത്താ ഇതൊക്കെ നീ അനുഭവിച്ച് നീ എന്റെ കൽപ്പനകൾക്ക് വിധേയമായി നീ ഇവിടെ ജീവിക്കണം. അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കണം, അതാണ് അള്ളാഹിന്റെ ആവശ്യം. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? എല്ലാം അനുഭവിച്ചത് ജീവിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കും, സമ്പാദിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ സമ്പാദിക്കും, ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ചെലവഴിക്കും. എന്നിട്ട് പിന്നെ അള്ളാഹുവിന്റെ നിസ്കാരം മാത്രം മതി, ആരാധന മാത്രം മതി, അവിടെ ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറുമല്ല. ഈ വൈരുദ്ധ്യം നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ അള്ളാഹുവിന് വിധേയമാക്കുക, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാതിരിക്കുന്നതാണ് നന്ദികേടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അങ്ങനെ സമ്പത്തിനെ സ്നേഹിക്കുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. സമ്പത്തിനെ സ്നേഹിക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് സമ്പത്തിനെ അമിതമായി സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അന്തിമമായ പരിധിയെ കുറിച്ച് 89 സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതാണ് ഞാൻ അമ്മത്തിൽ ഓതി വെച്ചത്. وتحبون المال حبا جما كلا إذا ذكرت الله دكا دكا جاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. الله سبحانه وتعالى പറയാണ്, അവർ വല്ലാത്ത സ്നേഹമാണ് സമ്പത്തിനോട്. തുഹിബ്ബൂന അൽ-മാല ഹുബ്ബൻ ജമ്മാ, മാലിനാണ് ഉപയോഗിച്ചത്. അവിടെ മാലിനാണ് ഉപയോഗിച്ചത്. ആ മാലിനോടുള്ള അവന്റെ സ്നേഹം, ധനത്തോടുള്ള അവന്റെ സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, കല്ലാ ഇദാ ദുഃഖത്തില്ല ദക്കൻ ദക്ക, ഭൂമി നാം അടിച്ചു പൊളിച്ചു പൊടിയാക്കി മാറ്റുകയും വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ, മലക്കുകൾ അണിയണിയായി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നു വരുന്ന സന്ദർഭം. വജിയ യൗമൈദിൻ ബിജഹന്നമ യൗമൈദിൻ യതദക്കറു ഇൻസാനു വഅന്നാ ലഹു ദിക്റ. അങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകൾ നരകത്തെ അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ, നരകം കൊണ്ടുവരപ്പെടുമ്പോൾ, ആ നരകം കൊണ്ടുവരുന്നത് അവന് കാണുമ്പോൾ ആ സന്ദർഭം നമ്മളൊന്ന് ആലോചിക്കണം. ഭൂമിയെല്ലാം തവിടുപൊടിയായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം, അള്ളാഹുവിന്റെ മുഖറബീകളായ മലക്കുകൾ അണിയണിയായി നിൽക്കുന്ന ഒരു സന്ദർഭം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നിയമനിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് കടന്നു വരുന്ന സന്ദർഭം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പിടിച്ചു കെട്ടുന്നവൻ, ശിക്ഷിക്കുന്നവൻ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല. അന്നാളിൽ അള്ളാഹുവിനെ പോലെ പിടിച്ചു കെട്ടുന്നവൻ മറ്റാരുമില്ല അന്നാളിൽ. എന്നിട്ട് അല്ലാഹു പറയുന്നു, യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ, ഇതെല്ലാം നേരെ കാണുമ്പോ മനുഷ്യൻ ആലോചിക്കും, പണി പാളിപ്പോയി എന്ന് മനുഷ്യൻ ആലോചിക്കും.
അള്ളാഹ് പറയുകയാണ് അന്നാളിൽ അവൻ ആലോചിച്ചിട്ട് എന്ത് കാര്യം, അന്നാളിൽ അവൻ ആലോചിച്ചിട്ട് എന്താണ് കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആലോചിക്കില്ല പറയുന്നത് യൗമൈനി യതദക്കറുൽ ഇൻസാൻ, ആ ദിവസത്തിൽ മനുഷ്യൻ ആലോചിക്കും. സംഗതി കൈവിട്ടു പോയിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളുടെ കിടവ്. നമ്മൾ ഏതൊന്നിനെയാണോ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്നത്, ഇല്ല, സാധ്യതയില്ല. അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴും പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴും എന്തോ ഒരു സംശയം ഇത് പച്ചയായ യാഥാർത്ഥ്യമായിട്ട് മുമ്പിൽ വരികയാണെങ്കിൽ അപ്പൊ നോക്കാം. അവരിൽ ഒരു കൂട്ടർ അള്ളാഹുവിനെ മുഖാമുഖം കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് സംശയത്തിലായിരുന്നു. ആ സംശയത്തിന്റെ നിഴലിലാണ് നമ്മളടക്കം പലരുമുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആന്തോളനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ തോന്നും അള്ളാഹു ഉണ്ടെന്ന്, ചിലപ്പോൾ തോന്നും പരലോകം ഉണ്ടെന്ന്. ചിലപ്പോൾ ചില സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ലോകത്തുള്ള ആ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നും ഇതിന്റെ അള്ള ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പരലോകം എന്ന് പറഞ്ഞ് അള്ള ഉണ്ടെങ്കിൽ തന്നെ പരലോകം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈനംദിനം എന്ന് പറഞ്ഞോണം ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട് നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാഞ്ചാടലെല്ലാം അവസാനിച്ച് ഈ സംഗതികളെല്ലാം നേരെ കാണുമ്പോൾ അവൻ ആലോചിക്കും, സംഗതി ശരിയായിരുന്നു. അള്ളാഹ് പറയുന്നു അന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം, ആ ശിക്ഷകൾ ഏറ്റുവാങ്ങൽ മാത്രമേ രക്ഷയുള്ളൂ. തൊട്ടുടനെ ഈ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനോടുള്ള നന്ദി ബോധത്തോടെ ജീവിച്ച മനുഷ്യനെ കുറിച്ചും തൊട്ടുടനെ അള്ളാഹ് പറയുന്നുണ്ട്. ആദ്യം നന്ദി കേടുക. സമ്പത്ത് ഉണ്ടായിട്ട് അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്നതിന്റെ പേരിൽ, ഉണ്ടായതിനു ശേഷം അത് ചെലവഴിക്കുന്നതിന്റെ പേരിലെല്ലാം നന്ദികേട് കാണിച്ചവന്റെ ദുരനുഭവമാണ് ആദ്യം വിശദീകരിക്കുന്നതെങ്കിൽ, ആ സമ്പത്ത് നേടുകയും അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും അതിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ അതിരുകളും പോലുകളും ലംഘിക്കാതിരിക്കുകയും ചെയ്ത സത്യവിശ്വാസിയെ കുറിച്ച് അല്ലാഹ് പറയുന്നു. അവിടെ വെച്ച് അല്ലാഹ് വിളിക്കും, യാ അയ്യത്തുഹാ നഫ്സുൽ മുത്മഇന്ന, സമാധാനം പ്രാപിച്ച എന്റെ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക. അള്ളാഹു അവരെ കുറിച്ച് സംതൃപ്തനാണ്, അവർ അള്ളാഹുവിനെ കുറിച്ച് സംതൃപ്തനാണ്. അങ്ങനെ സർവ്വതലങ്ങളിലും സംതൃപ്തിയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി, പോയിക്കോളൂ, നിങ്ങൾ എന്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിലേക്ക് പോയിക്കോളൂ. ഫദ്ഖുലി ജന്നതി, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എത്ര മനോഹരമായ ഒരു മാനിഫെസ്റ്റേഷൻ ആണിത്, നമ്മളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഈ നായയെ പോലെ അങ്ങനെ പറയേണ്ടി വരികയാണ് നമ്മള്. ഈ നായയെ പോലെ നന്ദിയുള്ളവനാവുക. ഈ കണ്ണൂരും തിരുവനന്തപുരത്തും കാണിച്ച നരനെ പോലെ നന്ദി കെട്ടവനായി നമ്മൾ ഒരിക്കലും മാറരുത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ ബോധം നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി ബോധത്തോടു കൂടി ജീവിക്കുവാനുള്ള, തന്റെ നാഥനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും പ്രീതിക്കുമാറാകട്ടെ.